ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ചോദ്യങ്ങളും ഒന്നും ഇപ്പോഴും പൂർണ്ണമായി നിവാരണം ചെയ്യപ്പെട്ടിട്ടില്ല. രാജ്യത്തിന്റെ ഹൃദയം പിളർത്തിയ സ്ഫോടനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കപ്പെടണം. അതിന് ഉത്തരം നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബാധ്യസ്ഥനുമാണ്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം പുരോഗമിക്കും തോറും കൂടുതൽ വ്യക്തത സ്ഫോടനത്തെക്കുറിച്ച് ലഭിക്കുകയും ചെയ്യും. എന്നിരുന്നാലും രാജ്യതലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്ത് രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് എങ്ങനെ ഇത്തരത്തിലൊരു സ്ഫോടനം നടന്നു എന്നും അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ചും രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്ക് ഉത്തരം പറയാൻ ബാധ്യതയുണ്ട് എന്ന് വിശദീകരിക്കുകയാണ് ധ്രുവ് റാട്ടി എന്ന യൂട്യൂബർ തന്റെ വീഡിയോയിലൂടെ. ധ്രുവ് റാട്ടിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. നിരവധി യൂട്യൂബ് വീഡിയോകളിലൂടെ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ചോദ്യമുനയിൽ നിർത്തി വിമർശന ശരങ്ങൾ ചെയ്ത ഒരാളാണ് ധ്രുവ് റാട്ടി. 5 കാര്യങ്ങളാണ് പ്രധാനമായും തന്റെ പുതിയ വീഡിയോയിലൂടെ ധ്രുവ് റാട്ടി ഉന്നയിക്കുന്നത്. അതിലൊന്ന്, സ്ഫോടനത്തിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ട്. 2, മാധ്യമങ്ങളിൽ ചെങ്കോട്ട സ്ഫോടനത്തെക്കുറിച്ച് പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളിൽ എത്രത്തോളം ശരിയുണ്ട്. 3, ഫരീദാബാദ് കേസുമായി ചെങ്കോട്ട സ്ഫോടനത്തിനുള്ള ബന്ധം എന്താണ്. 4, പൊട്ടിത്തെറിയെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള നിഗമനങ്ങളിൽ എത്താൻ സമയമായോ. 5, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകേണ്ടത് ആരാണ്. ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കപ്പെടുക തന്നെ വേണം. അതിനുള്ള ഉത്തരം കേന്ദ്ര സർക്കാർ നൽകുകയും വേണം. കാരണം സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് 13 നിരപരാധികളാണ്. അവരുടെ മരണത്തിന് ഉത്തരവാദികൾ ആരായാലും അവർ നിയമത്തിന് മുന്നിലെത്തണം, ശിക്ഷിക്കപ്പെടുകയും വേണം. എന്തുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉത്തരം പറയേണ്ടി വരുന്നു? അതിനുത്തരം ലളിതമാണ്. രാജ്യത്തിന്റെ അതിർത്തികളും സുരക്ഷയും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിലാണ്. ഒപ്പം ഡൽഹിയുടെ പോലീസും രാജ്യത്തിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങളും എല്ലാം അദ്ദേഹത്തിന് കീഴിലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഫരീദാബാദിലെത്തിയ 3000 കിലോയോളം സ്ഫോടക വസ്തുക്കൾ അവ എങ്ങനെ ഫരീദാബാദിലെത്തി എന്ന് വ്യക്തമാക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അതിന്റെ മന്ത്രിയുമായ അമിത് ഷായുമാണ്. അങ്ങനെ രാജ്യത്തെ സുരക്ഷയുടെ കണ്ണുവെട്ടിച്ച് എത്തിച്ചുവെങ്കിൽ ഇന്റലിജൻസ് സംവിധാനം തികഞ്ഞ പരാജയമാണ് എന്ന് പറയേണ്ടി വരും. 2012 അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് ചോദിച്ചതുപോലെ, സുരക്ഷാ സേനയും പോലീസും ഇന്റലിജൻസും എല്ലാം നിങ്ങളുടെ കയ്യിലല്ലേ, അപ്പോൾ എങ്ങനെ ഭീകരർ ഇന്ത്യയിലെത്തി, സ്ഫോടക വസ്തുക്കളെത്തി? 2019 6 വർഷം മുൻപ് പുൽവാമ ഭീകരാക്രമണം നടന്ന സമയത്ത് ഉയർന്ന അതേ സംശയങ്ങളാണ് ഇപ്പോഴുമുള്ളത്. അന്ന് അത്രയും സുരക്ഷയുള്ള പുൽവാമയിൽ 300 കിലോ സ്ഫോടക വസ്തു എങ്ങനെ എത്തി എന്ന ചോദ്യം ഉയർന്നിരുന്നു. ഈ സംശയങ്ങൾക്ക് ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ആവർത്തിച്ചുള്ള ഗുരുതരമായ പരാജയത്തിന്റെ ഉദാഹരണമാണ് സ്ഫോടനമെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഏറ്റെടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്ത് തീവ്രവാദ ആക്രമണം തടയുന്നതിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടുവെന്ന ഉത്തരമാണ് അമിത് ഷായിൽ നിന്ന് രാജ്യം അറിയാൻ ആഗ്രഹിക്കുന്നത് എന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു. ഇത്രയും വലിയ അളവിലുള്ള സ്ഫോടക വസ്തുക്കൾ തലസ്ഥാനത്തേക്ക് എങ്ങനെ എത്തിച്ചുവെന്നത് ഗൗരവമേറിയ കാര്യമാണ് എന്ന് പറഞ്ഞ കോൺഗ്രസ് മീഡിയ ചുമതലയുള്ള പവൻ ഖേര 2015 മുതൽ നടക്കുന്ന ഇത്തരം ഭീകരാക്രമണങ്ങളെക്കുറിച്ചുള്ള സംശയവും ഉന്നയിച്ചു. ഗുർദാസ്പൂർ, പഠാൻകോട്ട് എയർബേസ്, പാംപൂർ, ഉറി, നഗ്രോട്ട ആർമി ബേസ്, അമർനാഥ്, പുൽവാമ, രാജോരി, റിയാസി, പഹൽഗാം തുടങ്ങി 2015 ശേഷം ഇത്രയധികം ഭീകരാക്രമണങ്ങൾ നടന്നിട്ടും അമിത് ഷാ ആഭ്യന്തരമന്ത്രി പദവിയിൽ തുടരുകയാണ് എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ചെങ്കോട്ട സ്ഫോടനത്തെക്കുറിച്ച് ധ്രുവ് റാട്ടിയുടെ വീഡിയോയിൽ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. സ്ഫോടനത്തിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. 2025 നവംബർ 10 വൈകുന്നേരം 6:45 ചെങ്കോട്ടയ്ക്ക് സമീപത്തെ സുനേരി മസ്ജിദ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ഒരു വെളുത്ത നിറത്തിലുള്ള ഹ്യൂണ്ടായി i20 കാർ പുറത്തേക്ക് വരുന്നു. ചെങ്കോട്ടയുടെ അടുത്തുനിന്ന് യു ടേൺ എടുത്ത കാർ ചെങ്കോട്ടയ്ക്ക് നേരെ മുന്നിലുള്ള റോഡിലേക്ക് വരികയും പതുക്കെ സഞ്ചരിച്ച് ട്രാഫിക് സിഗ്നലിൽ നിർത്തുകയും ചെയ്തു. ചെങ്കോട്ട മെട്രോ സ്റ്റേഷന്റെ 1-ാം നമ്പർ ഗേറ്റിന് അടുത്തായാണ് ഈ സിഗ്നൽ ഉള്ളത്. സിഗ്നലിൽ നിർത്തി നിമിഷങ്ങൾക്കകം തന്നെ വലിയൊരു സ്ഫോടന ശബ്ദത്തോടെ കാർ പൊട്ടിത്തെറിച്ചു. സമീപത്തെ 6 കാറുകൾക്കും 3 ഓട്ടോകൾക്കും തീപിടിക്കാൻ തക്കവണ്ണം വ്യാപ്തി ആ സ്ഫോടനത്തിനുണ്ടായിരുന്നു. സ്ഫോടനത്തെ തുടർന്ന് തെരുവ് വിളക്കുകൾ അണഞ്ഞു. മെട്രോ സ്റ്റേഷന്റെ ചില്ലും ദൂരെ നിർത്തിയിട്ടിരുന്ന കാറുകളുടെ ചില്ലുകളും അടക്കം പ്രകമ്പനത്തിൽ തകർന്നുപോയി. സ്ഫോടനം നടന്ന കാറിന്റെ അടുത്തുണ്ടായിരുന്ന വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ 150 മീറ്റർ ദൂരത്തേക്ക് വരെ തെറിച്ചുപോയി. ഈ സമയം തൊട്ടടുത്ത് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന 2 പേരുടെ വീഡിയോ സ്ലോ മോഷൻ ചെയ്ത് കണ്ടാൽ സ്ഫോടനത്തിന്റെ ആഴം മനസ്സിലാകും.
ക്യാമറയിൽ പതിഞ്ഞ എല്ലാ വസ്തുക്കളും അതിശക്തമായി കുലുങ്ങുന്നത് കാണാമായിരുന്നു. തൊട്ടടുത്ത വലിയ മരം പോലും കുലുങ്ങുന്നുണ്ട് ആ വീഡിയോയിൽ. ഇത്ര വലിയ ശബ്ദം മുൻപ് കേട്ടിട്ടില്ല എന്ന് സമീപത്തെ വ്യാപാരികൾ പോലും പറയുന്നു. ചാന്ദിനി ചൗക്കിലെ നാട്ടുകാരാണ് ആംബുലൻസ് എത്തും മുൻപ് ഈ റിക്ഷകൾ വഴി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. 20-ലധികം ആളുകൾക്ക് പരിക്കേറ്റതിൽ 8 പേർ ആശുപത്രിയിൽ എത്തും മുൻപേ മരിച്ചിരുന്നു. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് സർക്കാരോ അന്വേഷണ ഏജൻസികളോ ഇതുവരെ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. കേന്ദ്രമന്ത്രി അമിത്ഷാ അന്ന് തന്നെ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ കണ്ടിരുന്നു. സർക്കാരിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് അന്വേഷണം നടത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട്. വിശ്വസനീയമായ സോഴ്സുകളെ ഉദ്ധരിച്ചാണ് മാധ്യമങ്ങൾ ഇതുവരെ വാർത്തകൾ നൽകി വന്നത്. ഹരിയാന രജിസ്ട്രേഷനിലുള്ളതാണ് പൊട്ടിത്തെറിച്ച i20 കാറെന്നും ഇതിന്റെ ഉടമസ്ഥൻ ഒരു മുഹമ്മദ് സൽമാൻ ആണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇയാൾ ദേവേന്ദ്ര എന്നയാൾക്ക് വിറ്റ കാർ പിന്നീട് താരിഖ് എന്ന ഒരാൾ വാങ്ങിയിരുന്നു. അയാളിൽ നിന്ന് മറ്റൊരാൾ വാങ്ങിയ കാർ അവസാനം ഡോക്ടർ ഉമർ നബി എന്നയാളുടെ പക്കലാണ് ഉണ്ടായിരുന്നത് എന്നും വ്യക്തമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉമർ നബി ആയിരിക്കാൻ സ്ഫോടന സമയം കാറിൽ ഉണ്ടായിരുന്നത് എന്ന നിഗമനത്തിലാണ് പോലീസും അന്വേഷണ ഏജൻസികളും. ഫരീദാബാദിൽ നിന്ന് 3000 കിലോയ്ക്കടുത്ത സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ സംഭവവും ഈ സ്ഫോടനവുമായി ബന്ധമുണ്ടോ എന്നും സംശയമുണ്ട്. സ്ഫോടനം നടന്ന അന്ന് തന്നെയാണ് 2 ഡോക്ടർമാർ അടക്കം 8-അംഗ സംഘത്തെ സ്ഫോടക വസ്തുക്കളുമായി അറസ്റ്റ് ചെയ്തത്. ഭീകരവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണച്ച് പലയിടങ്ങളിലായി പതിക്കപ്പെട്ട പോസ്റ്ററുകളെ കുറിച്ചുള്ള അന്വേഷണമാണ് ഡോക്ടർ ആദിൽ മജീദിലേക്ക് എത്തിയത്. ആദിലിനെ സഹാറൻപൂരിൽ നിന്ന് പിടികൂടുകയും ചെയ്തു. കഴിഞ്ഞ ഒക്ടോബർ വരെ അദ്ദേഹം അനന്ത്നാഗിലെ സർക്കാർ മെഡിക്കൽ കോളേജിലായിരുന്നു. മെഡിക്കൽ കോളേജിലെ ഇയാളുടെ ലോക്കറിൽ നിന്ന് ഒരു AK-47 തോക്കും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പുൽവാമ സ്വദേശി ഡോക്ടർ മുജാമിൽ അഹമ്മദ് ഗനിനെയും അറസ്റ്റ് ചെയ്തു. 2 ഡോക്ടർമാർ കൂടി ഇവരുടെ സംഘത്തിൽ ഉണ്ടായിരുന്നുവെന്ന് വിവരം വന്നു. അങ്ങനെ ഒരു വനിതാ ഡോക്ടറായ ഷഹീനെ അറസ്റ്റ് ചെയ്തു. ഫരീദാബാദിലെ ഗ്രാമത്തിലെ വാടക വീട്ടിൽ നടന്ന റെയ്ഡിൽ 350 കിലോ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു. ഇതിന് പിന്നാലെ കൂടുതൽ റെയ്ഡുകൾ നടന്നു. ആകെ 3000 കിലോയ്ക്കടുത്ത് സ്ഫോടക വസ്തുക്കൾ പിടികൂടി. ബോംബ് സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന അമോണിയം നൈട്രേറ്റ് അടക്കം ഇതിലുണ്ട്. സർക്കാർ സ്ഥിരീകരിച്ചില്ലെങ്കിലും ഫരീദാബാദിലെ ഈ അറസ്റ്റുകളും ഡൽഹിയിലെ സ്ഫോടനവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ കാണേണ്ടി വരും. സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം ആദിലിനും മുജാമിലിനും പുറമെ 2 ഡോക്ടർമാർ കൂടി ഈ സംഘത്തിലുണ്ട്. ഇതിലൊരാളെ വനിതാ ഡോക്ടറായ ഷഹീനെ അറസ്റ്റ് ചെയ്തു. മറ്റൊരാൾ ഡോക്ടർ ഉമർ നബിയാണ്. കൂട്ടാളികൾ പിടിയിലായതറിഞ്ഞ ഉമർ ഒളിവിൽ പോയി. ഉമറാകാം സ്ഫോടനം നടത്തിയത് എന്ന് സംശയിക്കണം. അന്വേഷണ ഏജൻസികളുടെ നിഗമനം അനുസരിച്ച് കൂട്ടുകാർ പിടിയിലായതോടെ ഉമർ പരിഭ്രാന്തനായി എന്നും അതാണ് തിടുക്കത്തിൽ സ്ഫോടനം നടത്താൻ കാരണമെന്നും സംശയിക്കുന്നു. പരിഭ്രാന്തിയിലും നിരാശയിലുമാണ് സ്ഫോടനം നടത്തിയത് എന്നും സ്ഫോടക വസ്തുക്കൾ പൂർണ്ണമായി കൂട്ടിയോജിപ്പിച്ചിരുന്നില്ല എന്നും അതാണ് സ്ഫോടനത്തിന്റെ വ്യാപ്തി കുറഞ്ഞത് എന്നും അന്വേഷണ ഏജൻസികളിലെ വിദഗ്ധർ പറയുന്നുണ്ട്. സ്ഫോടക വസ്തുക്കൾ ഫരീദാബാദിൽ പിടിച്ചെടുത്തവയോട് സമാനമാണ് എന്നതും ഫരീദാബാദ് കേസിന് ഇതുമായുള്ള ബന്ധം വെളിപ്പെടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഡുവറാട്ടി തന്റെ വീഡിയോയിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം അമിത്ഷായോടുള്ള ചോദ്യങ്ങളും. ഈ ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെയും ഒപ്പം മോദി ഷാ കൂട്ടുകെട്ടിനെയും അലോസരപ്പെടുത്തുന്നതാണ്.